നമ്മുടെ നാട് പ്രളയത്തിൻ്റെ വാർത്ത നമ്മൾ കേട്ടു. നമ്മുടെ ഒരു പ്രദേശത്ത് അതിൻ്റെ പ്രയാസങ്ങളില്ല എങ്കിലും ദൃശ്യമാധ്യമങ്ങളിലൂടെ മറ്റുള്ള ജില്ലയിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കാണാനും അറിയാനും നമുക്ക് സാധിച്ചു. കോടികളുടെ നഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ വീടുകളിൽ നിന്നിറങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളമിറങ്ങിയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു പ്രതിസന്ധി നമ്മുടെ നാട്ടിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രളയം ബാക്കി വെക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെള്ളമിറങ്ങുന്നതോടൊപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ചില ചിന്തകളുണ്ട്. ഞാൻ തന്നെ മതി, മറ്റൊരാളുടെയും ആശ്രയം എനിക്കാവശ്യമില്ല, എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്കെല്ലാം മതിയാണ് എന്ന ഒരു ചിന്ത മനസ്സിൽ നിന്ന് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ആർത്തലച്ചുയരുന്ന വെള്ളം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നേരെ കുതിച്ചു വന്നാൽ നമ്മുടെ വീട്ടിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ട കാറുകൾ കൊണ്ടോ നമ്മുടെ അക്കൗണ്ടിലെ സംഖ്യകൾ കൊണ്ടോ എത്ര വലിപ്പമുള്ളതാണെങ്കിലും ആ വീടിൻ്റെ ഭംഗി കൊണ്ടോ മതിലുകൾ കൊണ്ടോ റബ്ബിൻ്റെ പരീക്ഷണത്തെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല, അതിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. മനുഷ്യൻ ദുർബലനാണ്. വഖുലിഖൽ ഇൻസാനു ദഈഫ, ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല. നമ്മൾ ദുർബലരാണ്. 20 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രവാസ ലോകത്തെ ആ മുഴുവൻ സമ്പത്തും വെച്ചുണ്ടാക്കിയ കട അത് മുങ്ങി നശിക്കുമ്പോൾ, അതിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ഇല്ലാതാകുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന ദുർബലനാണ് മനുഷ്യൻ. പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ജീവന് വേണ്ടി അപേക്ഷിക്കുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കാൻ കഴിയുന്ന ദുർബലനാണ്, നിസാരനാണ് മനുഷ്യൻ. ഒരുപാട് കഷ്ടപ്പെട്ട് ആശിച്ച് തയ്യാറാക്കിയ വീട്, ആ വീട്ടിലേക്ക് വെള്ളം കയറുമ്പോൾ ഓരോന്നോരോന്നായി നശിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ മാത്രം കഴിയുന്നു എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലനാണ്, നിസാരനാണ് മനുഷ്യൻ. നമുക്ക് വലിയ വിജ്ഞാനമൊന്നുമില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, കുറഞ്ഞ വിജ്ഞാനം മാത്രമാണുള്ളത്, കുറഞ്ഞ അറിവ് മാത്രമാണുള്ളത്. റബ്ബിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് കുതറിമാറാനുള്ള കഴിവും സാമർഥ്യവും അതിനുള്ള അറിവുമൊന്നും നമുക്കില്ല. 800 കോടി ചിലവഴിച്ച് പ്രളയത്തെ അതിജീവിക്കാൻ പോകുന്ന റോഡ് നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ആ റോട്ടിലാണ് മനുഷ്യർ നിസാരന്മാരായി ഇറങ്ങി നിന്ന് വാഹനങ്ങളോട് പതുക്കെ പോകാൻ പറയുന്നത്. വെള്ളം കെട്ടി നിന്ന് വാഹനങ്ങളൊന്നിലൽപ്പം വേഗത കൂടിയാൽ വീട്ടിലേക്ക് ഇരച്ചു കയറുകയാണ് വെള്ളം. മനുഷ്യന് അത്ര വലിയ അറിവൊന്നുമില്ല. റബ്ബിൻ്റെ പരീക്ഷണങ്ങളെ പിടിച്ചുകെട്ടാൻ മാത്രമുള്ള കഴിവും സാമർഥ്യവും മനുഷ്യർക്കില്ല. ദുർബലരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം പ്രിയമുള്ളവരെ, ജീവിതം പരീക്ഷണമാണ്. ജീവിതം എന്നും സുഖങ്ങൾ മാത്രമല്ല, എന്നും പുഞ്ചിരി മാത്രമല്ല, എന്നും സന്തോഷം മാത്രമല്ല. വഅന്നഹു ഹുവ അൽഹക വഅബ്ക, നിങ്ങളെ ചിരിപ്പിക്കുന്നത് അവനാണ്, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അവനാണ്. ആ റബ്ബിനു തന്നെ കരയിപ്പിക്കാനും ആ റബ്ബിനു തന്നെ നമ്മളെ പരീക്ഷിക്കാനും കഴിയുമെന്നൊരു തിരിച്ചറിവുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈമാനുള്ള മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനതിൽ ക്ഷമിച്ചാൽ പ്രതിഫലമുണ്ട്. ഒരു വീട് നശിച്ചാൽ, ഒരു പരീക്ഷിക്കപ്പെട്ടാൽ
മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതിലവന് ഖൈറുണ്ട്. അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവനെല്ലാം ഖൈറാൻ. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവന് ഖൈറാൻ. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിനല്ലാതെ ഇത് സാധിക്കുകയില്ല. നമുക്കെന്തുണ്ടായാലും നമുക്ക് ഖൈറാൻ. ഒരു നിരീശ്വരവാദി എങ്ങനെയാണ് തകർന്ന വീട് നോക്കി ആശ്വസിക്കുക? പ്രളയത്തിൽ നശിച്ച ബിസിനസ് നോക്കി, കച്ചവടങ്ങൾ നോക്കി ഒരു നിരീശ്വരവാദിയെ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കാൻ കഴിയുക? കേരളത്തിൽ അറിയപ്പെട്ട ഒരു യുക്തിവാദി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ മകൻ മരിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ ചില വാക്കുകളുണ്ട്. ഞാൻ ആ മരണ വീട്ടിൽ പോയി. മകൻ മരണപ്പെട്ട ആ പിതാവിനെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും? നാളെ കണ്ടുമുട്ടുന്നൊരു ദിവസമുണ്ട് എന്നു പറയാൻ അങ്ങനെ ഒരു പരലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ക്ഷമിക്കൂ, ക്ഷമിച്ചാൽ പ്രതിഫലം നൽകുന്നൊരു റബ്ബുണ്ട് എന്ന് പറയാൻ അങ്ങനെ ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു പരലോകമില്ല, എനിക്കൊരു ദൈവമില്ല. മകൻ മരണപ്പെട്ട ഈ മനുഷ്യനെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും? എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യം അത്ഭുതമാണ്. അവൻ എന്തു ബാധിച്ചാലും, അവൻ്റെ ജീവിതത്തിൽ എത്ര കടുപ്പമേറിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയാലും അതിലവന് ഖൈറുണ്ട്. വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും, അവന് വെറുപ്പുള്ള ചില കാര്യങ്ങൾ അവനത് വെറുപ്പായി തോന്നും. അവൻ്റെ വീട് നശിക്കുമ്പോൾ, അവൻ്റെ കച്ചവടം തകരുമ്പോൾ, പരീക്ഷണങ്ങളെ കൺമുന്നിൽ കാണുമ്പോൾ അവനത് വെറുപ്പായി തോന്നുന്നു. പക്ഷേ അറിയുക, അതവന് ഖൈറാണ്. അതിൽ അവൻ്റെ റബ്ബ് അവനൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതു പരീക്ഷണങ്ങളെയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. പ്രളയത്തിന് സഹായിക്കാൻ എത്തിയത് ആരാണ്? ജീവന് വേണ്ടി യാചിച്ച മനുഷ്യരെ, അവരെ തേടി അവരുടെ വീട്ടിലേക്ക് എത്തിയത് ആരാണ്? മനുഷ്യർക്കിടയിൽ ഇന്ന് ചില വേലിക്കെട്ടുകളുണ്ട്. സമ്പത്തെന്ന വേലിക്കെട്ട്, സമ്പന്നര് മാത്രമാണ് ചില ഇടങ്ങളിൽ സൗഹൃദം. അവൻ്റെ ജോലി ഒരല്പം ചെറുതാണ്, അതുകൊണ്ട് ഞാനുമായി ചെങ്ങാത്തത്തിന് അവൻ യോജിച്ചതല്ല. ഞങ്ങൾ ഇന്ന ഇന്ന കുടുംബക്കാരാണ്, ഞങ്ങൾ ഇന്ന ഇന്ന തറവാട്ടുകാരാണ്. അവർ തീരപ്രദേശത്ത് കഴിയുന്നവർ, അവർ ഇന്ന ഇന്ന ജോലി ചെയ്യുന്നവർ, അവരിലല്പം ഞങ്ങളെക്കാൾ സ്റ്റാൻഡേർഡ് കുറവാണ്. ഞങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവർ, ഞങ്ങൾ ആദരിക്കപ്പെടേണ്ടവർ, അതിസമ്പന്നർ, ഇന്ന ഇന്ന തൊഴിലുകൾ ചെയ്യുന്നവർ, പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർ. അങ്ങനെ ചില വേലിക്കെട്ടുകൾ കൊണ്ട് നമ്മൾ നമുക്കിടയിൽ മറതീർത്തിട്ടുണ്ട്. നമ്മുടെ അതേ സമ്പത്തുള്ളവരാണോ രക്ഷിക്കാനെത്തിയത്? അതേ തറവാട്ടുകാരാണോ? തറവാട് നോക്കിയിട്ടാണോ മനുഷ്യനെ സഹായിച്ചത്? നിറം നോക്കിയിട്ടാണോ? സതുബ്ദീ ലക്കൽ അയ്യാമു മാ കുൻത ജാഹില വയഅതീക ബിൽ അഖ്ബാരി മൻ ലം തുസവ്വദി. ചിലതൊക്കെ കാലം തെളിയിക്കും. നിനക്കറിയാത്ത ചില പാഠങ്ങൾ ജീവിച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാലം നിന്നെ പഠിപ്പിക്കും. നീ വാർത്ത ചോദിക്കാത്തവർ പോലും നിനക്ക് വാർത്തയുമായി കടന്നു വരും. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഉപകാരപ്പെടില്ല എന്നു കരുതിയവരാണ് നമ്മുടെ വീട്ടിലേക്ക് സഹായവുമായി എത്തിയത്. അവരുടെ തോണിയിലാണ് രക്ഷപ്പെട്ടത്. അവരാണ് ഭക്ഷണം നൽകിയത്. വഴിയോരത്ത് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ രക്തം നൽകിയ മനുഷ്യന്റെ തറവാടേത്? അവന്റെ നിറമേത്? അവന്റെ ജോലി ഏത്? ആരാണ് നമുക്ക് രക്തം നൽകിയത്? ആരാണ് നമുക്ക് ഭക്ഷണം നൽകിയത്? ജീവിതത്തിൽ എന്നെ സഹായിക്കും, എൻ്റെ കൂടെയുണ്ടാകുമെന്ന് കരുതി അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ വലിയ അതിസമ്പന്നർ. ഏതു മക്കളാണ് അവരെ നോക്കിയത്? ഏത് തറവാട്ടുകാരാണ് അവരെ നോക്കിയത്? ഒടുവിൽ വാർദ്ധക്യ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഇന്നലെ വരെ അവഗണിച്ച ഏതോ മനുഷ്യരുടെ വീട്ടിൽ കിടന്നാണ് അവരുടെ മരണം. അവരാണ് ഭക്ഷണം നൽകിയത്, അവരാണ് അന്നം നൽകിയത്, അവരാണ് ആശ്വാസമായി മാറിയത്. എങ്കിൽ പ്രിയമുള്ളവരെ, വെള്ളമിറങ്ങുന്നതോടുകൂടെ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ഞാനെന്ന ഭാവം, എൻ്റെ തറവാട്, എൻ്റെ സമ്പത്ത്, അത് നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചിറങ്ങരുത്.
അള്ളാഹു ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അലാ നിങ്ങൾ അറിയണേ, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. നിങ്ങളുടെ ഉപ്പ ഒന്നാണ്, ആദമിന്റെ മക്കളാണ്. ആദമിന്റെ മക്കളാണ് നിങ്ങൾ. വ്യത്യസ്ത ദേശക്കാർ, വ്യത്യസ്ത ജോലിക്കാർ, വ്യത്യസ്ത ഇടങ്ങളിൽ കഴിയുന്നവർ, നിങ്ങളുടെ ഉപ്പ ഒന്നാണ്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനോടും പുഞ്ചിരിക്കാൻ, സൗമ്യമായി സംസാരിക്കാൻ, പരിഗണിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ പാഠമാണ്. ആ പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ പ്രളയം എന്നുള്ളത് നമുക്കും ഒരു പരീക്ഷണമാണ്. പ്രളയം ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം നേരിട്ടപ്പോൾ അവിടെ അവരെന്ത് നിലപാട് സ്വീകരിച്ചു എന്ന പരീക്ഷണം നമുക്കൊരു പരീക്ഷണമാണ്. നമ്മൾ സുരക്ഷിതരാണ്. ആയിരക്കണക്കിന് മനുഷ്യർക്ക് വീട് നഷ്ടപ്പെട്ടപ്പോൾ, ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടപ്പോൾ, ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, വീട്ടിൽ നിന്നിറങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അന്തിയുറങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പുതപ്പിൽ നിർഭയരായി നമ്മൾ കഴിയുന്നു. നമ്മുടെ കച്ചവടം സുരക്ഷിതമാണ്, നമ്മുടെ കുടുംബം സുരക്ഷിതമാണ്, നമ്മളെല്ലാവരും സുരക്ഷിതരാണ്. ആ സുരക്ഷിതരായ നമ്മൾ അവർക്കെന്തു ചെയ്തു എന്നത് പരീക്ഷണമാണ്. ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും സഹായിച്ചോ? ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും സുജൂദിലെ അത്തഹിയാത്തിൻ്റെ അവസാനത്തിലെ പ്രാർത്ഥന കെട്ടുന്ന വേളകളിലെ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ, ആളുകൾ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പല നിലക്കുള്ള ആളുകളുടെ ആവശ്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യണം. ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, പരോപകാരി, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ, അവനാണ് ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അവനെക്കൊണ്ട് ഒരു പ്രയാസം അനുഭവിക്കുന്ന നാട്ടിൽ ആ നാട്ടുകാർക്ക് ആശ്വാസമായി അവനവിടെ ഉണ്ടാകും. ജനങ്ങൾക്ക് സഹായം ഉണ്ടാകും, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും. ഒരു ദിവസം കണ്ട് കട ലീവ് എടുക്കാൻ കഴിയില്ല, ഒരു ദിവസം ജോലിയിൽ നിന്ന് മാറാൻ കഴിയില്ല, അതല്ല. അവൻ്റെ കുടുംബം, ആ കുടുംബത്തിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിൽ അവരുണ്ടാകും. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ നമുക്കതിൽ ഇടപെടാൻ കഴിയുമോ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണം. ഒരു റെസ്ക്യൂ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകണം. ഗവൺമെൻറ് തലത്തിലുണ്ട്, ഇവിടെ മതമില്ലാത്ത ആളുകൾ അത് നിർവഹിക്കുന്നു, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നു. ഇത് നമ്മുടെ ദീനാണ്, നമ്മുടെ മതമാണ്. പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ദീൻ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ്. എന്തേ മുസ്ലിം സമുദായത്തിൽ യുവാക്കളില്ലേ? മുസ്ലിം സമുദായത്തിൽ 30-നും 50-നും ഇടയിൽ പ്രായമുള്ള എന്തിനും പോകുന്ന ചെറുപ്പക്കാരില്ലേ? ആരോഗ്യമുള്ളവരില്ലേ? അത്തരം സംവിധാനങ്ങൾ ബോധപൂർവം ആലോചിക്കുകയും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സമുദായം മനുഷ്യർക്ക് തണലായി, മനുഷ്യർക്ക് ആശ്വാസമായി ഉണ്ടാകണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് സാമ്പത്തികമായ സമാഹരണം നടത്തുമ്പോൾ ഒരു വലിയ ധനാഢ്യൻ അദ്ദേഹം പറഞ്ഞത് 50 ലക്ഷത്തിലേറെ വരുന്ന നഷ്ടമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. വലിയൊരു സംഖ്യ അദ്ദേഹം പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി നൽകി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 50 ലക്ഷത്തിലേറെ വരുന്ന വലിയ നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്കത് തിരിച്ചുണ്ടാക്കാൻ കഴിയും.
ഉറുമ്പ് അതിൻ്റെ കൂട്ടിലേക്ക് അന്നം കൂട്ടിവെക്കുന്നത് പോലെ 100ഉം 200ഉം കൂട്ടിവെച്ച് അങ്ങനെ വീടുണ്ടാക്കിയ, അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച എത്രയോ പാവങ്ങളുണ്ട്. അവർക്കത് പെട്ടെന്ന് സാധിച്ചു കൊള്ളണമെന്നില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നൽകുന്നത്. എത്രയോ പാവങ്ങൾ, അവർ പ്രയാസപ്പെടുന്നവരുണ്ട്. മഴക്കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ ചോർന്നൊലിക്കുന്ന വീടുകളുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ചിന്തയും ആലോചനയും നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഹവാ അലൈന വല അലൈന. മഴ അധികമാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന, പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ, അത്തരം പ്രാർത്ഥനകൾ പഠിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറണം.